എന്നിട്ട് എൻ്റെ അടുത്ത് പറയായിരുന്നു, ബിമലെ ഐ ലവ് യു. എൻ്റെ ലൈഫിൽ ചെയ്യാത്തതോ വീഴാത്തതോ പോകാത്തതായിട്ട് ഒരു വഴികളും ഇല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റ്, ഒരു ഈഗോ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഇങ്ങനെ പ്ലാൻ എടുത്ത സമയത്ത് നൈസായിട്ട് ചെറിയ ഒരു ടേപ്പ് കിട്ടി. 8ാം ക്ലാസ് മുതൽ തന്നെ പല അഡിക്ഷൻസും പല രീതിയിലും പല പാപാവസ്ഥകളിലും 7 ദിവസവും കഴിഞ്ഞു. 8ാം ദിവസം ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാനവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അതിൻ്റെ ചേട്ടനിലൂടെയായിരുന്നു ഞാൻ ഈശോനെ ആദ്യമായിട്ട് കാണുന്നതും. ഹായ് ഗൈസ്, എൻ്റെ പേര് ബിമൽ എന്നാണ്. എൻ്റെ പേരിൻ്റെ അർത്ഥം ഭയങ്കര സിമ്പിളാണ്. എനിക്ക് വേറെ അടുത്തൊന്നും കിട്ടില്ല, ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ്. പ്യുവർ എന്നാണ് എൻ്റെ പേരിൻ്റെ അർത്ഥം. പേരിൻ്റെ അർത്ഥത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ചെയ്യാത്തതോ വീഴാത്തതോ പോകാത്തതായിട്ട് ഒരു വഴികളും ഇല്ല. എല്ലാ രീതിയിലും തെറ്റിപ്പോയി, എല്ലാ രീതിയിലും പോയി, മോശപ്പെട്ട അവസ്ഥയിൽ കൂടെ ഒക്കെ പോയി. ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, എനിക്ക് എൻ്റെ ഈശോ, എൻ്റെ അപ്പൻ ആരാണ് എന്നൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഏകദേശം ഒരു 8ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ച് പോയിക്കൊണ്ടിരുന്നൊരു പാവപ്പെട്ട പയ്യനായിരുന്നു ഞാൻ. വീട്ടിലാണെങ്കിൽ അപ്പൻ, അമ്മ, ചേട്ടനുണ്ട്, അനിയത്തിയുണ്ട്, ഞാനായിരുന്നു സെൻറ്റർ പീസ്. അപ്പോൾ ഈ നടുക്കഷ്ണമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി ചേട്ടന് കിട്ടിയ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, പുതിയ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അനിയത്തിയുടെ സാധനമുണ്ട്, അത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ലൈഫ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റ്, ഒരു ഈഗോ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു ഈഗോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വർക്കൗട്ട് ആവാൻ തുടങ്ങി. എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്നേഹം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലൊക്കെ പോയിട്ടോ. പല 8ാം ക്ലാസ് മുതൽ തന്നെ പല അഡിക്ഷൻസും പല രീതിയിലും പല പാപാവസ്ഥകളിലും ഒക്കെ വീണ് പോയിട്ടുണ്ടെങ്കിലും എനിക്കൊരു സ്നേഹം ഒരിടത്തുനിന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഡിഗ്രി ടൈമിൽ നൈസായിട്ട് ഒരു ചെറിയ റിലേഷൻഷിപ്പിലോട്ടൊന്ന് വീണ് പോയാൽ കൊള്ളാം എന്നൊരാഗ്രഹമൊക്കെ തോന്നി. ചെറുതായിട്ട് ഒരു സ്നേഹിക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പോൾ അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. പയ്യെ സ്നേഹിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു വലിയ ആത്മാർത്ഥമായ പ്രേമമാണ്, ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി ബുള്ളറ്റ് ഓടിക്കും, അപ്പോൾ ഞാനും ബുള്ളറ്റ് ഓടിക്കും. അപ്പം ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് പ്ലാനൊക്കെ ചെയ്തു. ഓക്കെ, നമുക്കൊരു ഇന്ത്യ മൊത്തത്തിൽ ഒരു ബുള്ളറ്റ് റൈഡൊക്കെ നടത്തി തിരിച്ചു വരാം, 5-6 കിഡ്സൊക്കെ ആയിട്ട് കല്യാണമൊക്കെ കഴിച്ചാൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നൊക്കെ ഒരു പ്ലാനൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഇങ്ങനെ പ്ലാൻ എടുത്ത സമയത്ത് നൈസായിട്ട് ചെറിയ ഒരു ടേപ്പ് കിട്ടി. നൈസായിട്ട് ഒരു ലൈഫിൽ നിന്ന് വീണ്ടും ഒരു ബാക്കിലോട്ട് വീണ്ടും ഞാൻ വലിയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ക്യാമ്പസിലുള്ളൊരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, മോനോട് ഒരു ചെറിയ പ്രോഗ്രാമുണ്ട്, ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമാണ്, നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ തേപ്പൊക്കെ കിട്ടി നിൽക്കുന്ന സമയത്തുണ്ട് ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ച് ഞാൻ പോയി. ഒരു 7 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു കേട്ടോ. പ്രോഗ്രാം കൂടി പ്രത്യേകിച്ച് ഒരു മാറ്റം എനിക്ക് ഉണ്ടായില്ല. 7 ദിവസവും കഴിഞ്ഞു. 8ാം ദിവസം ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാനവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അതിൻ്റെ ചേട്ടനിലൂടെയായിരുന്നു ഞാൻ ഈശോനെ ആദ്യമായിട്ട് കാണുന്നതും അതുപോലെ തന്നെ ഈശോനെ എൻ്റെ അപ്പനായിട്ട് ഞാൻ സ്വീകരിക്കുന്നതും. അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രെയർ സെഷനിലൂടെ, ഒരു കൗൺസിലിങ്ങിലൂടെ ഞാനിങ്ങനെ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞു. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി മുതൽ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇനി മുതൽ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം ഗിവിങ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി ടു മൈ ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും ഞാനൊരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ എന്തിനോടൊക്കെ നോ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും അറിയില്ല. എൻ്റെ പഴയ ലൈഫിൽ ചെയ്യാത്ത ഒരു തെറ്റുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്ത് ചെയ്യണം എനിക്കറിയില്ല. ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു, എൻ്റെ ഈശോയെ നീ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് നിന്നെ കാണാൻ പറ്റണം. ഐ വോണ്ട് ടു ബി വിത്ത് യു. എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിൻ്റെ കൂടെ ആയിരിക്കണം, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റണം എന്നൊരു ചെറിയ പ്രാർത്ഥന എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ ഞാൻ ഈശോയ്ക്ക് ഒരു യെസ് കൊടുത്തു. എൻ്റെ ലൈഫിൽ ഈശോയെ ഇനി നിനക്കാണ് പ്രയോറിറ്റി എന്നൊരു യെസ് കൊടുത്തു. അങ്ങനെ യെസ് കൊടുത്തതിന് ശേഷം ചേട്ടനോട് പറഞ്ഞു കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുമ്പസാരം എനിക്കാണെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്തിനാ വെറുതെ ഒരച്ഛൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ പറയണേ. അങ്ങനെ ഞാൻ ഏകദേശം എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ച് കോട്ടയത്ത് പോയി ഒരു പ്രായമുള്ളൊരു അച്ഛനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി അകത്ത് കയറുന്നു. കാരണം പ്രായമുള്ള അച്ഛനാന്ന് പറയുമ്പോൾ അച്ഛനെ ചെവി കേൾക്കാൻ പാടില്ല എന്നതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഞാനങ്ങനെ ഒരു അച്ഛനെ കണ്ടുപിടിച്ചു. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് കുമ്പസാരിക്കാൻ വേണ്ടി ചെന്നു. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. എൻ്റെ കുമ്പസാരത്തിൽ ഞാൻ ചെയ്തു പോയ ഓരോ പാപങ്ങൾ പറയാണ്ട് ഞാൻ അവിടെ നിന്ന് കരയുകയായിരുന്നു. അപ്പം അങ്ങനെ കരഞ്ഞ് ഞാൻ പറഞ്ഞതൊന്നും അച്ഛനെ കേട്ടിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ കരഞ്ഞു. എൻ്റെ കുമ്പസാരം കഴിഞ്ഞ് അച്ഛൻ എന്നോട് പ്രായശ്ചിത്തം പറയുമ്പോൾ
ഞാൻ ചെയ്തു പോയ ഓരോ പാപവസ്തുക്കളിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞൊന്നും ഈ അച്ഛൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് തിരിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് എങ്ങനെ ഈശോയുടെ അടുത്തോട്ട് അടുക്കാം എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു തീരുമാനം എടുക്കുന്നു, വീണ്ടും ഈശോടൊപ്പം ആയിരിക്കാൻ തീരുമാനം എടുക്കുന്നു. അങ്ങനെ എൻ്റെ കുമ്പസാരത്തിന് ശേഷം ഞാൻ വിചാരിച്ചു, ഒരു 2 മണിക്കൂർ കരഞ്ഞ് കുമ്പസാരിച്ച് എൻ്റെ അടുത്ത് അച്ഛൻ നമ്മുടെ എൻ്റയർ ബൈബിൾ ഒരു 3 വട്ടം വായിക്കാനൊക്കെ പറയുമെന്നൊക്കെ വിചാരിച്ചു. കാരണം 2 മണിക്കൂർ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ കരഞ്ഞു കുമ്പസാരിക്കുകയായിരുന്നു. കരഞ്ഞ് ഞാൻ ചെയ്തു പോയി എൻ്റെ പാപവസ്തുക്കളും കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, മകനെ നിൻ്റെ പ്രായശ്ചിത്തമായിട്ട് നീ ഒരു നന്മ നിറഞ്ഞ പറയുമേ എന്ന് പറഞ്ഞ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ തൊട്ടടുത്തൊരു ചാപ്പലിൽ കയറുന്നു. ചാപ്പലിൽ കയറിയിട്ട് നന്മ നിറഞ്ഞ പറയുമേ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈശോനെ കാണുകയാണ്. സക്രാരിയിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ എയറിൽ പറന്നു വന്നിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഒരു മനുഷ്യൻ, മുടിയൊക്കെ വളർത്തി താടിയൊക്കെ ഉള്ള നൈസ് ഒരു മനുഷ്യൻ, എൻ്റെ മുമ്പിൽ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു മനുഷ്യൻ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയായിരുന്നു, ബിമലെ, ഐ ലവ് യു മോർ ദാൻ എവറിത്തിങ്, മോർ ദാൻ എനിത്തിങ്, ഐ ലവ് യു. ഈ ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് ഇങ്ങനെ അലയടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഈശോയ്ക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തു. ഒരു കഴിവില്ലായിരുന്നു സംസാരിക്കാനോ, ആൾക്കാരുടെ മുമ്പിൽ പോയി സംസാരിക്കാനോ, പ്രാർത്ഥിക്കാനോ, പാട്ട് പാടാനോ ഒന്നിനും ഒരു കഴിവില്ലാത്ത ഞാൻ ഇന്നിപ്പോൾ ഏകദേശം ഞാൻ അത്യാവശ്യം പാട്ട് പാടും, ഡാൻസ് കളിക്കും, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും. ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാനൊക്കെ ഈശോ എന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പഠിത്തത്തിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പഠിക്കാൻ വലിയ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ഈശോയോട് ചോദിച്ച് ഞാൻ എൻ്റെ CA പഠനം സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 4 വർഷത്തോളം CA പഠിച്ച് കിടന്ന് കഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനിങ്ങനെ ഒരു ചാപ്പലിരുന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഞാനിങ്ങനെ എഴുതുമായിരുന്നു. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലോട്ട് ചുമ്മാ ഒരു ലൈനോട് ആഡ് ചെയ്യാൻ തോന്നി. ഈശോയെ, ഐ വോണ്ട് ടു ബിക്കം എ CA, ബട്ട് ഒരു ഗ്ലോബൽ CA ആവണമെന്ന് ഞാനിങ്ങനെ ഒത്തിരിയേറെ ആഗ്രഹിച്ചു. എല്ലാവരും അറിയപ്പെടുന്നൊരു CA ആവണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. 4 വർഷം കിടന്ന് കഷ്ടപ്പെട്ടു. എന്നിട്ട് അവസാനം ഞാൻ എൻ്റെ CA ഡ്രോപ്പ് ചെയ്യാനുള്ള തീരുമാനത്തിലോട്ടായി. ഭയങ്കര പ്രയാസമായിരുന്നു. പഠിച്ചിട്ടും എത്രത്തോളം എത്തുന്നില്ല, ഭയങ്കര തടസ്സങ്ങളുണ്ടാകുന്നു. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോലും എക്സാമിന് പാസ്സാവുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ നിന്ന സമയത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടെ ചാപ്പലിൽ കയറി ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, എൻ്റെ ഡിസിഷൻ തെറ്റായിരുന്നു. അങ്ങനെ ഞാൻ ചുമ്മാ എൻ്റെ പേഴ്സ് നോക്കിയപ്പോൾ ഞാൻ അന്ന് പണ്ട് എഴുതി വെച്ചിരുന്ന പേപ്പർ എൻ്റെ കിട്ടി. ആ പേപ്പറിൻ്റെ ഏറ്റവും അവസാനം ഞാൻ എഴുതി വെച്ചിരുന്നത് ഐ വോണ്ട് ടു ബിക്കം എ ഗ്ലോബൽ CA എന്നായിരുന്നു. ഞാനിപ്പം പ്രിപ്പയർ ചെയ്യുന്നത് CPA എന്ന് പറയുന്ന കോഴ്സാണ്. CPA എന്ന് പറയുമ്പോൾ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ CA. അപ്പോൾ എൻ്റെ ഒരു ചെറിയ പ്രാർത്ഥന പോലും എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ നടക്കുന്ന ആ അപ്പൻ എനിക്ക് ക്രമീകരിച്ച് തരുന്ന ഓരോ കാര്യങ്ങളുമായിരുന്നു എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കഴിവില്ലാതിരുന്ന എന്നെ എന്തൊക്കെയോ ആക്കി തീർത്ത ഒരു ഈശോ, ഒന്നുമില്ലാതിരുന്നിട്ടും എന്നെ സ്നേഹിക്കുന്ന ഒരപ്പൻ. ഞാൻ എൻ്റെ പാസ്റ്റ് പറയുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചായിരുന്നു ബുള്ളറ്റിൽ ഒരു റൈഡിനെ പറ്റി. 2019-20 സമയത്ത് എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ 1 വർഷം ഈശോയ്ക്ക് വേണ്ടി മിഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ മിഷന് പോയ സമയത്ത് ഞാൻ ഈ ഇന്ത്യക്കകത്ത് പല ഭാഗത്തും ബൈക്ക് ഓടിച്ചു. ഇതെങ്ങനെ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അന്ന് യാത്ര ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ ഈശോയുമായിരുന്നു. അപ്പോൾ എൻ്റെ തെറ്റായ ഒരു ആഗ്രഹം പോലും എൻ്റെ ഈശോ, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആക്കി തീർത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ കാര്യം ഷെയർ ചെയ്ത് നിർത്തുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. എന്നെ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ തെറ്റി കിടന്നപ്പോൾ, പാപത്തിൽ വീണ് കിടന്നപ്പോൾ, ഞാൻ ഈശോനെ നോക്കാതെ നിന്നപ്പോഴും, ജീവിതത്തിൽ വഴി തെറ്റിപ്പോയപ്പോഴും എന്നെ നോക്കുന്ന ഒരപ്പൻ എനിക്കുണ്ടായിരുന്നു. ആ അപ്പൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒന്നിനോടും ഒരു അട്രാക്ഷൻ തോന്നിയിരുന്നില്ല. എനിക്ക് ആ അപ്പൻ്റെ കൂടെ നടക്കാനായിരുന്നു തോന്നിയിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതും എനിക്ക് നിങ്ങളെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു കാര്യം ഇതേ ഉള്ളൂ. ഗോ ആൻഡ് ടേസ്റ്റ് ആൻഡ് നോ ജീസസ്, then your life will be his. Thank you.